നമസ്കാരം. ഞങ്ങളുടെ ഡൽഹി യാത്രയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞതുപോലെ ആഗ്രയിലെത്തിയിരിക്കുന്നു. താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. താജ്മഹലിൻ്റെ അടുത്ത് വരെ നമുക്ക് വണ്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഏകദേശം ഒരു കിലോമീറ്റർ ഇപ്പുറത്ത് നമ്മൾ വണ്ടി നിർത്തണം. അവിടുന്ന് പിന്നീട് ഗോൾഫ് കാർട്ടിനാണ് പോകേണ്ടത്. അപ്പോൾ ഈ ഗോൾഫ് കാർട്ടിന് ഒരാൾക്ക് 10 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇതിനവർ പറയുന്ന കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പൊല്യൂഷൻ കൺട്രോൾ, നമ്മൾ ഡൽഹി അല്ലെങ്കിൽ തന്നെ ഈ പൊല്യൂഷൻ്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള വാഹനങ്ങളിലുള്ള പുകയൊക്കെ കാരണം ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടാക്കിയ ഒരു സമുച്ചയമാണല്ലോ ഈ താജ്മഹൽ എന്ന് പറയുന്നത്. അപ്പോൾ താജ്മഹലിന് ഈ കാലാവസ്ഥ കൊണ്ട് തന്നെ ഒരുപാട് നിറവ്യത്യാസങ്ങളൊക്കെ വന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ കാരണമായിരിക്കാം വണ്ടികളൊന്നും ഈ താജ്മഹലിൻ്റെ അടുത്തേക്ക് വിടാറില്ല. നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ ഇപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഗോൾഫ് കാർട്ടിന് നമുക്ക് പോകാവുന്നേ ഉള്ളൂ. അത് അവിടെ അടുത്ത് നിർത്തിത്തരും. പിന്നെ അവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ താജ്മഹലിലേക്ക് കയറി പോകേണ്ടത്. താജ്മഹൽ അത് മനോഹരമായ ലോകാത്ഭുതങ്ങളിൽ, നമ്മളത് ആരോടും പറയേണ്ട ആവശ്യം പോലുമില്ല. അത്രത്തോളം താജ്മഹലിനെ പറ്റി അറിയാത്തവരാരും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ചരിത്രങ്ങളെപ്പറ്റി പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു മനോഹരമായ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടാണ്. ഏകദേശം ഉച്ച സമയമാകുമ്പോഴത്തേക്കാണ് ഞങ്ങൾ അവിടെ എത്തിയത്. നല്ല ചൂടുള്ള ഡൽഹി എന്ന് പറയാം, അത്രയും നല്ല ചൂടാണ്. പക്ഷേ ഈ പ്രദേശത്തൊക്കെ ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടായിരിക്കാം അധികം ചൂട് അനുഭവപ്പെട്ടില്ല. മരത്തണലൊക്കെ ഉണ്ട്. പുറത്താദ്യം നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ചുവരുകളിൽ താജ്മഹലിൻ്റെ പല സമയങ്ങളായിട്ട് എടുത്തിരിക്കുന്ന ഫോട്ടോകളാണ്. ഓരോ വർഷത്തും പല വർഷങ്ങളിലായിട്ട് എടുത്ത ഫോട്ടോസ്. അതിൻ്റെ മാറ്റങ്ങളൊക്കെ നമുക്കത് അറിയാൻ പറ്റും. ഇപ്പം പറയുന്നത് എന്ന് വെച്ചാൽ താജ്മഹലിൻ്റെ ആ കെട്ടിടത്തിൻ്റെ ആ വെണ്ണക്കല്ല്, അതായത് മാർബിളിൽ ഉണ്ടാക്കിയതാണല്ലോ, അതിൻ്റെ നിറവ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങിയെന്ന് പറയുന്നു. അതടുത്ത് പോയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു മാർബിളിൻ്റെ കളറിൽ ഒരു മങ്ങലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ താജ്മഹലും അതിൻ്റെ 2 സൈഡിലുള്ള ബിൽഡിങ്ങുകൾ വെച്ച് ബാക്കിയൊക്കെ ഈ ചെങ്കല്ല്, എനിക്ക് തോന്നുന്നു ചെങ്കല്ല് പോലെയുള്ളൊരു കല്ലായത്, ആ കല്ലിൽ തീർത്ത കെട്ടിടങ്ങളാണ് അതിൻ്റെ മുൻഭാഗത്തൊക്കെ ഉള്ളത്. അതായത് താജ്മഹലിനോട് ചേർന്ന് 2 ബിൽഡിങ്ങുകളുണ്ട്, ഇടത്തും വലത്തുമായിട്ട്. അതെനിക്ക് തോന്നുന്നു ഒന്ന് പള്ളിയാന്ന് തോന്നുന്നു. അവിടെ പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അവിടെ പിന്നെ ഇപ്പുറത്ത് വേറെ ഈ മുഗൾ രാജാക്കന്മാരെ ഭാര്യമാരും അതുപോലെ തന്നെ അതായത് ഷാജഹാൻ്റെ മറ്റുള്ള ഭാര്യമാരെയും അതുപോലെ തന്നെ ബന്ധുക്കളെയൊക്കെ ശവകുടീരങ്ങളൊക്കെ ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും നമ്മൾ കാണാൻ പറ്റിയില്ല. ആ ഭാഗത്തേക്ക് നമ്മൾ പോകാൻ പറ്റിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ താജ്മഹലിലേക്ക് കയറുന്നതിൻ്റെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ആദ്യം കാണുന്ന ബിൽഡിംഗ് ഇതൊരു വലിയൊരു സമുച്ചയം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അവിടെ നിന്നുകൊണ്ട് താജ്മഹലിലേക്ക് കാണുന്ന ഒരു ദൃശ്യമാണിത്. അതിമനോഹരമായ ദൃശ്യം എന്ന് പറയാം. നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ ഈ ബിൽഡിങ് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നിൽക്കുന്ന ഒരു ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിൻ്റെ താഴെ നിന്നുകൊണ്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അപ്പം ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പം തന്നെ പച്ചപ്പുല്ല് വിതാനിച്ച, അതുപോലെ തന്നെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന മനോഹരമായ കാഴ്ച. അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പിൽ നമുക്ക് വാട്ടർ ഫൗണ്ടനൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ അടുത്തൂടെ ഇങ്ങനെ നടന്ന് നമ്മൾ ഉണ്ടല്ലോ, ഇത് ഇവിടെ എത്തുമ്പം എത്രയും പെട്ടെന്ന് അതിൻ്റെ മുമ്പിൽ എത്തുക എന്നുള്ളതാണല്ലോ നമ്മൾ ഓരോരുത്തരും ഈ കാഴ്ചയ്ക്ക് വേണ്ടി പോകുന്നവർക്ക് മനസ്സിലുണ്ടാവുക. പക്ഷെ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ ചില കാഴ്ചകളൊക്കെ അത് നല്ല അമ്പരപ്പിക്കുന്ന കാഴ്ചകളും മനോഹരമായ കാഴ്ചകളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ എടുക്കും. കാരണം നമ്മൾ ഈ വഴിക്കല്ല, നമ്മൾ ഈ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊരു വഴിയിലൂടെയാണ്
താജ്മഹൽ കണ്ടിട്ട് നമ്മൾ ഇപ്പോൾ ഇടത് ഭാഗത്തൂടെയാണ് നമ്മൾ അങ്ങ് കയറുക ഉള്ളിലോട്ട്, എന്നിട്ട് വലത് ഭാഗത്തൂടെ നമ്മൾ ഇറങ്ങി പോരും. അപ്പോൾ നമ്മൾ ഇടത് ഭാഗത്തൂടെ പോകും. മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ ഇടത് ഭാഗത്തൂടെ പോകുമ്പോൾ തന്നെ വെച്ചാൽ ഈ ഇടതേ ഭാഗത്തുള്ള മുഴുവൻ കാഴ്ചകളൊക്കെ കണ്ടു അതിനുശേഷം പിന്നീട് നമ്മൾ ഈ മുന്നിലെത്തി അവിടെ നിന്ന് ഇടത്തോട്ട് പോയി പിന്നീട് ഉള്ളിൽ കയറി അതിൻ്റെ താജ്മഹലിൻ്റെ അകത്ത് കയറി മുംതാസിൻ്റെയും അതുപോലെ തന്നെ മുംതാസ് ബീഗത്തിൻ്റെയും അതുപോലെ തന്നെ ഷാജഹാൻ ചക്രവർത്തിയുടെയും ശവകുടീരങ്ങളാണ് ഉള്ളിൽ കാണാം. പക്ഷേ നമുക്കത് ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല. ഞാനൊരു ചെറിയൊരു ക്ലിക്ക് എടുത്തു പോയി. പക്ഷേ അതിൽ തന്നെയും അത് ക്ലിയർ അല്ല. ഈ ഇതിൻ്റെ ഓട്ടത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് കാണാൻ പറ്റും. അത്രയും കർശനമായിട്ട് അവർ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് തന്നെ ബാഗുകളൊന്നും അവർ അനുവദിക്കുന്നില്ല. നമ്മൾ ക്ലോക്ക് റൂമിൽ അത് വെച്ചിട്ട് നമ്മൾ പോകണമെന്നാണ്. കയ്യിൽ മൊബൈൽ കൊണ്ടുപോകാം. ബാഗുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകാം, പക്ഷേ കർശനമായ പരിശോധനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ. അപ്പം എല്ലാ സാധനങ്ങളും നമ്മൾ വലിച്ച് പുറത്തിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം ആൾക്കാരും അത്യാവശ്യ സാധനങ്ങൾ മാത്രം കയ്യിലെടുത്ത് ബാക്കി ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് സാധാരണ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഏകദേശം താജ്മഹലിൻ്റെ മുമ്പിലെത്തിയിരിക്കുന്നു. നമ്മൾ ചിത്രങ്ങളിലൂടെയും ചരിത്രങ്ങളിലൂടെയും അറിഞ്ഞ താജ്മഹൽ ഇതാദ്യമായിട്ട് ഞങ്ങൾ കാണാൻ പോകുന്നു. കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും ഒരുവിധ എല്ലാവരും ആദ്യമായിട്ട് തന്നെയാണ് ഇവിടത്തേക്ക് പോകുന്നത്. നമ്മുടെ ആ ഒരു മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇതൊന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ല. ആ ആഗ്രഹം വെച്ച് പുലർത്തിയിരുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാനും. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി. പക്ഷേ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഈ ഷൂവിന് പൊതിഞ്ഞുകൊണ്ട് ഷൂ ഇട്ടിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കടക്കാൻ പാടില്ല. ഷൂ ഇടാം, പക്ഷേ ഷൂവിന് അവരൊരു കവർ തരുന്നുണ്ട്. നമുക്കവർ കവർ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാം. പിന്നെ അത് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി. ഈ ഒരു സംഭവം ആദ്യം അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കവർ വാങ്ങി ഇടണമെന്ന്. അപ്പം നമ്മളത്ര മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ്. അപ്പം കൂട്ടത്തിലൊരാൾ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ അവിടെ തന്നെ ഉള്ളിൽ കയറുന്നതിൻ്റെ മുന്നേ തന്നെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒരു മസ്ജിദ് ഉണ്ട് ഇടത് ഭാഗത്ത് നിന്നുള്ള, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷൂവിനെ കവർ ചെയ്യുന്ന ഒരു പോളിത്തീൻ മാതിരിയുള്ളൊരു സാധനമാണ്. പോളിത്തീൻ അല്ല, ശരിക്കും തുണി തന്നെ ഉള്ളൊരു സാധനമാണ്. അത് റബ്ബർ കൊണ്ടുള്ള അത് ഏത് കാലിനും നമുക്കങ്ങ് നേരെ ഷൂ അതിൻ്റെ അകത്തേക്ക് അങ്ങ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു കവറായിട്ട് നിൽക്കും. ചിലപ്പോൾ ആൾക്കാർ നടക്കുന്ന കാര്യം ഇതിൽ സമയത്ത് അല്ല നിങ്ങൾക്ക് കാണാം, ആൾക്കാരൊക്കെ കാലിൻ്റെ മുകളിൽ ഷൂ അല്ലാതെ ഒരു സാധനം കാണുന്നുണ്ടല്ലോ, അതാണ് ഈ ഇത് ഷൂ ഇട്ട് നേരിട്ട് പോകാൻ പാടില്ല എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഉള്ളിൽ കയറി പുറത്തേക്ക് വന്നു. അതാണ് യമുനാ നദിയുടെ അക്കരെ ആയിരുന്നല്ലോ ഷാജഹാന് കാണാൻ വേണ്ടിയിട്ടാണല്ലോ അയാൾ സ്വന്തം മകൻ അദ്ദേഹത്തെ തടവറയിലാക്കി. ആ തടവറയിൽ നിന്നുകൊണ്ടായിരുന്നല്ലോ കണ്ടത്. അപ്പം ആ കാഴ്ചകളും ആ യമുനാ നദിയുടെ തീരവും ആ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു. പുറത്തേക്ക് ഇറങ്ങി. ഇതിൻ്റെ 4 ഭാഗത്തും 4 വലിയ ഗോപുരം മാതിരി 4 തൂണുകൾ മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറച്ച് ചരിച്ച് പുറത്തേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അത് ഇൻ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് ഈ ബിൽഡിങ്ങിലേക്ക് മറയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും താജ്മഹൽ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. ഡൽഹിയിൽ പോകുന്നതിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു ദൃശ്യം തന്നെയാണ്. നേരിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പല ഗ്രൂപ്പുകളായിട്ടാണ് കയറിയത്. അപ്പോൾ എൻ്റെ ഭാര്യയും മകളും ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ കൂട്ടുകാർ മുമ്പിലുണ്ട്. ഞങ്ങൾ 3 പേരായിരുന്നു ഒന്നിച്ചുണ്ടായിരുന്നത്. പിന്നെ അങ്ങനെ അവരെ അവിടെ വെച്ച് കണ്ടു. അവരെല്ലാം കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഏതായാലും താജ്മഹലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ കൂടി എടുത്ത് ഇന്നത്തെ ഈ താജ്മഹൽ യാത്ര ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും മനസ്സ് വരെ ഒരുപാട് എനിക്ക് തോന്നുന്നത് ഒരുപാട് നേരം ഞങ്ങൾ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ആയാലും ശരി, ഞങ്ങൾ ഈ താജ്മഹലിൻ്റെ മുമ്പിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഞങ്ങൾ ഒന്നുകൂടെ ഫോട്ടോ എടുത്തു. അങ്ങനെ താജ്മഹലിനോട് വിട. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.